ില്ലാതെ അർഹമുർറാഹിമീനായ റബ്ബിന്, യജമാനനായ റബ്ബിന് അവിടുന്ന് അറിയാം എനിക്കൊരു മിനിറ്റ് നിൽക്കാൻ കഴിയുമെന്ന്. എന്നിട്ട് പോലും പോകട്ടെ ഒന്ന് സുജൂദ് ചെയ്യാൻ. അല്ലാഹുവിന് ഈ നെറ്റിത്തടമെന്ന് വെക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് അവനും അറിയാം, അല്ലാഹുവിനും അറിയാം. എന്നിട്ടും ആ നെറ്റിത്തടമൊന്ന് ഭൂമിയിൽ വെച്ചില്ല എങ്കിൽ യജമാനനായ അല്ലാഹു ഒന്ന് പരീക്ഷിച്ചാലോ, കിടക്കാൻ അനുവദിക്കാത്ത കോലം നൽകിയാലോ എന്തിന് പറ്റും പിതാക്കളെ? ഇവിടെയാണ് നബവി തങ്ങൾ പറയുന്നത്, ഒരു കാരണവശാലും ഒരു മിനിറ്റ് നിൽക്കാൻ കഴിയോ? ആ നൃത്തത്തിലാവട്ടെ നമ്മുടെ തക്ബീറത്തുൽ ഇഹ്റാം കഴിയുന്നതും ഫാത്തിഹയും മറ്റുമൊക്കെ ഓരോ വാചകങ്ങളും ഒരു നിലക്കും നിൽക്കാൻ കഴിയില്ല. ഇരുന്ന് നിസ്കരിച്ചോളൂ. ഏത് തരത്തിൽ നോക്കിയാലും ഇരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ കിടന്ന് നിസ്കരിച്ചോളൂ. ഒരു ഭാഗത്തേക്കും ചെരിയാൻ കഴിയുന്നില്ല. നിങ്ങളുടെ തലകുനിച്ച് നിസ്കരിക്കടേ. തലകുനിക്കാനും കഴിയില്ല എങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. കണ്ണ് അനക്കാൻ പോലും കഴിയുന്നില്ല. എന്നാലും മുസ്ലിമീങ്ങളെ, ഒരു വഖത്ത് നിസ്കാരം ഖളാ ആക്കരുത്. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിസ്കരിക്കടേ. ഖാല റസൂലുള്ളാഹി. ഇസ്ലാമിൽ ഒരു ഇളവില്ല. ഞാൻ ജോലിക്ക് പോയി, ചപ്പുകാട്ടുക്ക് പോയി, വല്ലാതെ ആകെ ചളി എന്നൊക്കെ കുളിച്ചിട്ട് കൊട്ടക്കണക്കിന് നിസ്കരിക്കാം. ളുഹുർ അസ്ർ മഗ്രിബൊക്കെ. അല്ല വിടൂല, അല്ല വിടൂല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അവിടുന്ന് ഈ തോട്ടത്തിലേക്ക് പോകുന്നു. കൃഷിക്കാരനാണ്. പാടത്തു പോയി. ശരീരത്തിൽ അല്പം പോലും ഇടമില്ല, മുഴുവനും ചേറ് തെറിച്ചിട്ടുണ്ട്. അത് നജസല്ലല്ലോ. ആ പാടത്ത് വെച്ച് തുണിയെടുത്ത് വധുവെടുത്ത് നിസ്കരിച്ചോളൂ. മുഹമ്മദ് മുസ്തഫ. ആ ളുഹുർ മറ്റൊരു വക്തത്തിലേക്ക് നീട്ടിവെക്കരുത്. ചില ആളുകള് തീരെ അറിയാതെ വല്ലാതെ വ്യാപിച്ച രംഗങ്ങളുണ്ട്. പാടത്ത് നിസ്കരിക്കാൻ വേണ്ടി നാണിക്കരുത്. അവിടെ നജസുണ്ടെങ്കിലോ മുസ്ലിമീങ്ങളെ നാം കണ്ടിട്ടുണ്ടോ എന്നാ ചോദ്യം. അവിടെ നജസുള്ളത് അറിയില്ലല്ലോ എങ്കിൽ നിങ്ങളോട് കുത്തി അന്വേഷിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെ പായ വിരിച്ച് തുണി വിരിച്ച് നിസ്കരിച്ചോളൂ. തുണിയില്ലേ, വിരിക്കാനൊന്നുമില്ലേ, ആ പാടത്ത് വുദുഎടുത്ത് നിസ്കരിച്ചോളൂ. നിസ്കാരം ഖളാ ആക്കരുത്. വല്ലാത്തൊരാശയമാണ് ദീൻ പഠിപ്പിച്ചിരിക്കുന്നത്. ആണാവട്ടെ പെണ്ണാവട്ടെ, ആർത്തവകാരികളായ സ്ത്രീകൾ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പാണ് ആർത്തവത്തിൽ നിന്ന് വിരമിച്ചത്. ആ പെണ്ണ് കുളിച്ചു വരുമ്പോഴേക്കും മഗ്രിബ് ബാങ്ക് വിളിച്ചാൽ സ്ത്രീകളെ മഗ്രിബ് മുതലല്ല നിസ്കരിക്കേണ്ടത്, അതിന്റെ മുമ്പുള്ള ളുഹുറും അസ്റും നിസ്കരിക്കൽ നിർബന്ധമാണ്. പെണ്ണിന് ഇളവില്ല. ആർത്തവകാരികൾക്ക് നിസ്കാരം ഹറാമാണ്, നിസ്കരിക്കാൻ പാടില്ല. പക്ഷെ ആർത്തവകാരിയായ ഹൈളുള്ളൊരു പെണ്ണ് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പ് ആർത്തവത്തിൽ നിന്ന് വിരമിച്ചു. കുളിച്ചു വന്നപ്പോഴേക്കും മഗ്രിബ് ബാങ്ക് വിളിച്ചു. മഗ്രിബ് മുതൽ എല്ലാ പെങ്ങളെ നീ നിസ്കരിക്കേണ്ടത്. അന്നത്തെ ളുഹുറും അസ്റും നിസ്കരിക്കൽ നിർബന്ധമാണ്. നോക്കൂ, നിങ്ങൾ സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പാണോ നിങ്ങൾ ആർത്തവത്തിൽ നിന്ന് വിരമിച്ചത്? കുളിച്ചപ്പോഴേക്കും സുബ്ഹി ബാങ്ക് അതാ വിളിക്കുന്നു. സുബ്ഹി മുതൽ നിസ്കരിച്ചാൽ പോരെ പെങ്ങളെ. അന്നത്തെ മഗ്രിബും ഇശാഉം നിസ്കരിക്കാൻ നിർബന്ധമാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. സ്ത്രീകളിൽ തീരെ പല സ്ത്രീകളിലും ആ ഭാഗം ചിന്തിക്കാത്ത ഒരുപടി പെങ്ങന്മാരുണ്ട്. സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പ് ആർത്തവത്തിൽ നിന്ന് വിരമിച്ചാൽ കുളിച്ചു. സുബ്ഹി ബാങ്ക് വിളിച്ചിട്ടാ, സുബ്ഹി ബാങ്ക് വിളിച്ചു. സുബ്ഹി മുതലല്ല നിസ്കരിക്കേണ്ടത്, മുമ്പത്തെ മഗ്രിബും ഇശാഉം നിർബന്ധമാണ്. ينبغي أن يعلم أهله ما يحتاج إليه في الدين ويعلمهم ويمنعهم المنهي عنه. ഭർത്താവിന് നിർബന്ധമാണ്
ആവശ്യമുള്ളത് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പഠിപ്പിച്ചു കൊടുക്കണം. സുബഹിയുടെ 2 മിനിറ്റ് മുമ്പ് പെണ്ണിന്റെ ആർത്തവത്തിൽ നിന്ന് വിരമിച്ചാൽ ആ പെണ്ണിനോട് അന്നത്തെ മഗ്രിബും ഇശായും നിസ്കരിക്കാൻ വേണ്ടി ആരാ? ഭർത്താവാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇല്ലേ, അതിനുള്ള വഴിയൊരുക്കി കൊടുക്കണം. പഠിക്കാനുള്ള നമ്മുടെ എല്ലാ ശനിയാഴ്ച ദിവസവും തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബ ക്ലാസ് അതിനുള്ളതാണ് നാട്ടുകാരെ. അതിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കറിയോ, നമുക്കിത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നോക്കി നിങ്ങൾ. അപ്പൊ അതിന് എല്ലാ ശനിയാഴ്ചയും ഇവിടെ കുടുംബ ക്ലാസ് നടക്കുകയാണ്. അല്ലാഹു തആല അതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, നല്ലവരായ സ്നേഹമുള്ള എന്റെ സഹോദരങ്ങളെ, പിടയുന്ന അപകടത്തിൽപ്പെട്ട്, ബൈക്ക് അപകടത്തിൽപ്പെട്ട് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈകാലുകൾ 4 ഭാഗത്തായി കിടക്കുന്നു. അപ്പോഴാണ് നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്നത്. ആ സമയം പിടയുന്ന ഈ മനുഷ്യന് ആ മഗ്രിബ്, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, പെങ്ങളെ, ലോകത്തൊരൊറ്റ മനുഷ്യന് ഈ വിഷയത്തിൽ 2 അഭിപ്രായം പറയാനില്ല. ആ ചെറുപ്പക്കാരൻ, പിടയുന്ന ചെറുപ്പക്കാരന്റെ മഗ്രിബ് ഇശായിലേക്ക് നീട്ടിവെക്കരുതേ. ആ മഗ്രിബ് ഖളാ ആക്കരുതേ. റോട്ടിൽ കിടന്ന് പിടയുന്ന മനുഷ്യനോടാണ് റസൂലുള്ള മുഖേന പണ്ഡിത ലോകം പറയുന്നത്, ആ മഗ്രിബ് നീ നിസ്കരിക്കടേ. അതെങ്ങാനും ഇശായിലേക്ക് നീട്ടിവെച്ചാൽ നിന്റെ ശിക്ഷ എത്രയാണ്, എന്റെ മുഖം കാണാൻ പ്രയാസമാണ്, റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കിട്ടാൻ അവന് പ്രയാസമാണ്. നോക്കൂ നിങ്ങൾ, ജീവിതത്തിൽ ഒരു വക്കത്തെ പ്രായപൂർത്തിയെത്തിയ മനുഷ്യൻ ഒരു വക്കത്തെ നിസ്കാരമെങ്ങാനും ഖളാ ആക്കി പോയാലുണ്ടാകുന്ന അവസ്ഥ ഫുഖഹാ പഠിപ്പിക്കുന്നു. വലിയ ആഴമുള്ള സമുദ്രത്തിൽ കപ്പലിൽ ഒരു യാത്ര ചെയ്യുന്നു ധാരാളം ആളുകൾ. കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന നിരവധി ആളുകൾ. ആ യാത്ര ചെയ്യുന്ന സമയത്ത് നാട്ടുകാരെ, കപ്പലതാ കേടുപാടിൽപ്പെട്ട് വെള്ളത്തിലേക്ക് മുങ്ങുന്നു. മനുഷ്യന്മാരുണ്ട്, മുസ്ലിമുണ്ട്, അമുസ്ലിമുണ്ട്, നായകളുണ്ട്, പശുക്കളുണ്ട്, അതുപോലെ മറ്റു മൃഗങ്ങളുമുണ്ട്, അരി തൊട്ട് ഗോതമ്പ് തൊട്ട് മറ്റുള്ള ചരക്കുകളുമുണ്ട്. കപ്പലാണ് മുങ്ങുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്നു, ആദ്യമായി ചെയ്യേണ്ടത് ആ മുങ്ങുന്ന കപ്പലിനെ രക്ഷപ്പെടുത്താൻ ആ കപ്പലിലുള്ള അരി തൊട്ട് ഗോതമ്പ് തൊട്ട് ആ ഭക്ഷ്യപദാർത്ഥങ്ങൾ നിങ്ങൾ മാറ്റി വെക്കണേ, സമുദ്രത്തിലേക്ക് എടുത്തു കളയണേ. എന്നിട്ടും ജീവികളെ രക്ഷപ്പെടുത്തണം. എന്നിട്ടും ആ കപ്പൽ മുങ്ങുന്നുവെങ്കിൽ നായകളെയും പട്ടികളെയും വലിച്ചെറിയണം വെള്ളത്തിലേക്ക്. എന്നിട്ട് മറ്റു ജീവികളെയും മനുഷ്യരെയും രക്ഷപ്പെടുത്തണം. എന്നിട്ടും വെള്ളത്തിൽ മുങ്ങുന്നുവോ, മറ്റു മൃഗങ്ങളെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരെ രക്ഷപ്പെടുത്തണേ. അയ്യുഹൽ മുഅ്മിനൂൻ, മുസ്ലിം സമുദായമേ, എങ്കിൽ ആ മജ്ലിസിൽ, ആ കപ്പലിൽ നായയുണ്ട്, പന്നിയുണ്ട്, പട്ടിയുണ്ട്, മനുഷ്യന്മാരുമുണ്ട്, മറ്റു ജീവികളുമുണ്ട്. ആ കൂട്ടത്തിലെങ്ങാനും നിസ്കരിക്കാത്ത മുസ്ലിമായ മനുഷ്യരുണ്ടോ? നിസ്കരിക്കാത്ത മുസ്ലിമത്തായ പെണ്ണുണ്ടോ? ഓ മുസ്ലിം സമുദായമേ, ആദ്യമായി സമുദ്രത്തിലേക്ക് വലിച്ചെറിയേണ്ടത് ഈ നിസ്കരിക്കാത്തവനെയാണ്. എന്നിട്ട് പട്ടികളെ രക്ഷപ്പെടുത്തണേ, നായകളെ രക്ഷപ്പെടുത്തണേ, പന്നികളെ രക്ഷപ്പെടുത്തണേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുഖേന പണ്ഡിത ലോകം പഠിപ്പിക്കുന്നു. ഉമ്മമാരെ, എന്തൊരു കടുപ്പമാണ്. നിങ്ങളുടെ ഭർത്താവ് നിസ്കരിക്കാത്തവനാണെങ്കിൽ ആ നിസ്കരിക്കാത്ത ഭർത്താവിന്
ഒരു ദിവസം എത്ര ഗ്ലാസ് ചായ നിങ്ങൾ കൊടുക്കേണ്ടത്? ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്ത നിങ്ങളുടെ അവസ്ഥ എന്താ? ഞാനിന്ന് വിഷയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഈമാനുള്ള നാട്ടുകാരെ, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി വർക്കച്ചല്ലി മുഹമ്മദ് മുസ്തഫ അല്ലാഹു തആല നമ്മുടെ എല്ലാ ചെറുപ്പക്കാർക്കും തൗഫീക്ക് കൊടുക്കുമാറാവട്ടെ. ഇബാദത്തിനുള്ള മനസ്സ് മഹബ്ബത്ത് ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. കൂട്ടുകാരെ, റസൂലുള്ളാഹിനോട് വെറുത്തിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, മുത്തുനബിയെ അവഗണിച്ചുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. ഇബ്ലീസ് പഴപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഒരു കപ്പല് വീടാൻ പോകുമ്പോ ആ കപ്പലിൽ നായകളും പട്ടികളും പന്നികളുമുണ്ട്. നിസ്കരിക്കാത്തവരും നിസ്കരിക്കുന്നവരുമുണ്ട്. ആദ്യം വലിച്ചെറിയേണ്ടത് നിസ്കരിക്കാത്തവരെയാണ്, എന്നിട്ട് പട്ടികളെ വലിച്ചെറിയാവൂ എന്ന് പഠിപ്പിച്ച ദീനിന്റെ മക്കളാണ് നമ്മൾ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അർഹമുർ-റഹീമേ, ഞങ്ങളുടെ നാട്ടുകാർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ. ധാരാളം നിസ്കരിക്കാൻ ഒരു വഖത്ത് ഫർള് പാടാക്കാതെ, ഒറ്റ ഫർള് ഖളാ ആക്കാതെ നടക്കാൻ ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും നീ തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, നമ്മൾ ദുആ ചെയ്യണം. ഒരാളും തന്നെ റസൂലുള്ളാഹിനെ അവഗണിച്ചിട്ട് ചെയ്യുന്നില്ല, നബിത്തങ്ങളെ മറന്നുകൊണ്ടും ചെയ്യല്ല, അറിയാതെ പെട്ടുപോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഇമാം ഖുർത്തുബി തങ്ങൾ മരണത്തോട് മല്ലിടുന്നു. ആ സമയത്താണ് ശിഷ്യഗണങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നു. പക്ഷേ ദിക്ർ ചൊല്ലി ലാ അഖൂലു ദാലിക. ഇമാം ഖുർത്തുബി തങ്ങൾ ആയിരക്കണക്കായ ശിഷ്യസമ്പത്തുള്ള പരിശുദ്ധ ഖുർആൻ 30 ജുസ്ഇനും വ്യാഖ്യാനം എഴുതിപ്പോയ മഹാനാൻ. ആ ഖുർത്തുബി തങ്ങളാണ് പറയുന്നത്, ലാ അഖൂൽ. മുതഅല്ലിമീങ്ങളൊക്കെ ചെന്നുകൊണ്ട് ഉസ്താദിന് ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നു. മരണശയ്യയിലാണ് ഉസ്താദ്. അവിടുന്ന് പറഞ്ഞു, മക്കളെ, ലാ അഖൂലു ദാലിക, ഞാനത് പറയൂല മക്കളെ. ശിഷ്യഗണങ്ങളെ കരയാൻ തുടങ്ങി. ഉസ്താദ് മക്കളുടെ മുഖത്ത് നോക്കി, എന്തിനാണ് എൻ്റെ മക്കളെ കരയുന്നത്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി തന്നപ്പോ ലാ അഖൂലു, ഞാനത് പറയൂല എന്ന് ഉസ്താദ് പറഞ്ഞു. അത് കേട്ടപ്പോ മക്കളായ ഞങ്ങളങ്ങ് കരഞ്ഞതാണ്. എൻ്റെ പൊന്നുമക്കളെ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ എനിക്ക് ചൊല്ലിത്തരുമ്പോ ലഅനത്താക്കപ്പെട്ട പഹയൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ വന്നുകൊണ്ട് അന റബ്ബുക ഖുൽ യാ ഖുർതുബി അന റബ്ബുക അന റബ്ബുക അന റബ്ബുക, ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന് പറയൂ. അവന്റെ മുഖത്ത് നോക്കിയിട്ടാ ഞാൻ പറയുന്നത്. ലാ അഖൂൽ, ഞാൻ പറയൂലടോ. എന്റെ കുട്ടികളെ, റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്ന സമയത്ത് പോലും ശൈത്താൻ വരും, ഇബ്ലീസ് വരും. എന്റെ മക്കളൊക്കെ സൂക്ഷിക്കടേ. എന്റെ അരികിലിതാ ശൈത്താൻ വന്നിരിക്കുന്നു. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുവെങ്കിൽ, നാട്ടുകാരെ, നിസ്കരിക്കാത്ത ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവനെ കളിയാക്കരുത്, അവനെ പരിഹസിക്കരുത്. പാവമാണ് ആ കുട്ടി, സാധുവാണ് ആ ചെറുപ്പക്കാരൻ. ആ കുഞ്ഞൊന്ന് നിസ്കരിച്ചു കിട്ടാൻ ദുആ ചെയ്യാറുണ്ടോ? നിസ്കരിക്കുന്ന ഈ വഅദ് പറയുന്നവന് നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നെങ്കിൽ എന്റെ ഒരു കടമയാണ് ഈ നാട്ടിൽ നിസ്കരിക്കാത്ത ചെറുപ്പക്കാരൻ ദുആ ചെയ്യേണ്ട ബാധ്യത ഈ മുസ്ലിയാർക്കുണ്ട്. ആരെയും കളിയാക്കരുത്, നിസ്കരിക്കാത്ത ഒരൊറ്റ മനുഷ്യനെ പരിഹസിക്കരുത്. റസൂലുള്ളാഹി പറയുന്നു, നിങ്ങളതിനെ ഏൽപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കുട്ടി നിസ്കരിക്കാതെ നടക്കുന്നുവെങ്കിൽ അവൻ കേൾക്കാത്ത കാണാത്ത വിധത്തിൽ, പടച്ചവനെ, എന്റെ നാട്ടിൽ എന്റെ കൂടെ പഠിച്ചവനാണ്, അവനക്ക് നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ഇത് ദുആ ചെയ്യേണ്ട കടമയാണ്. നിസ്കരിക്കുന്നവർക്കുള്ളതെന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പരിഹസിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, ഒരാളെയും ചെറുതാക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലില്ല, ചില നാട്ടിലൊക്കെ ഉണ്ട്.
ചില രാജ്യത്തൊക്കെ ഉണ്ട്, ഏതെങ്കിലും റമദാൻ വരുമ്പോ ചില ചെറുപ്പക്കാരൊക്കെ റമദാൻ നോക്കി നിങ്ങള് പള്ളിയൊക്കെ നിറയും. അപ്പൊ പറയും ചെറുപ്പക്കാർ വരുമ്പോ, ഓ ഇതാ വരുന്നുണ്ട്, നാളെപ്പം മഴ ചെയ്യാൻ സാധ്യത ഉണ്ട്. എന്തേ? അതാ വരുന്ന ചെക്കന്മാര് ഒരാചേര പണിപ്പത്താ, നിസ്കാര താമ്പ് വെച്ച ആചേര, പച്ചക്കുബ്ബിയും അല്ലാത്ത കുബ്ബിയും ഒക്കെ തൊട്ട മനുഷ്യനുമാണ്. എന്നിട്ട് സലാം വീട്ട ഉടനെ എന്തോ തേള് കടിച്ചതുപോലെ പൊങ്ങും. എന്നിട്ട് പള്ളിയുടെ വരാന്തയിൽ വന്നിരിക്കും. അപ്പോഴായിരിക്കും രണ്ട് കുട്ടികളെ റമദാനല്ലേ, ഏതലിയാത്തവന്റെ മനസ്സും അലിയും. ഈമാനിന്റെ വെളിച്ചുണ്ടോ? നിങ്ങൾ നോക്കിക്കോളി, നമ്മളെ നാട്ടിലൊക്കെ നോക്കിക്കോളി, ഈമാനിന്റെ വെളിച്ചുണ്ടോ? ഏതലിയാത്തവന്റെ മനസ്സും റമദാനൊന്നും അലിയും. അപ്പൊ ആ കുട്ടികളിങ്ങനെ വരും. അപ്പൊ ആചാര്യ കാലം നീട്ടിയിരുന്നിട്ട്, ആ നാളെപ്പ മടയിട്ടാ ഒരാജി മറ്റാജിയോട് രണ്ടാള് സ്വറ പറയാ പള്ളിക്ക്. എന്നിട്ട് നാളെപ്പ മടയും. എന്തേ? ദാ വരുന്ന് സ്പെഷ്യൽ നിസ്കാരക്കാര്. മനുഷ്യ ഈ നിസ്കാര താമ്പ് വെച്ച ഹാജിയാരുടെ അമലുകളെ അല്ലാഹു ചപ്പിച്ചവറുകളിലേക്ക് വലിച്ചെറിയും. ആ പാവങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാ എന്ന് വിളിച്ചിട്ടേ റമദാനിൽ കൃപ കാരണം മനസ്സറിഞ്ഞ് വരികയാണ് കുട്ടികളെ. അപ്പോ ഈ ആജിയരുടെ കടമന്തറി പടച്ചവനെ, ആ കുട്ടികൾക്ക് എപ്പോഴും നിസ്കരിക്കാൻ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. ഇത് ദ്വാരക്കാ വേണ്ടത്. അതല്ലാതെ അവരെ കളിയാക്കിയോ നിസ്കാരത്താമ്പ് വെച്ചവൻ അല്ല വിടൂല. എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും അല്ല വിടൂല. ചെറുപ്പക്കാരെ കളിയാക്കരുത്, ഒരു കുട്ടികളെയും പരിഹസിക്കരുത്. ആരെങ്കിലും ചീട്ട് കളിക്കുന്നുണ്ടോ അവനെ കളിയാക്കരുത്. അവന് വേണ്ടി ഒരിക്കലെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? മനുഷ്യ ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ആ സഹോദരന് ദുആ ചെയ്യണം. ആരാട് ചെയ്യുന്നത്? കാണാത്ത വിധത്തിൽ ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതി കാണാത്ത വിധത്തിൽ ദുആ ചെയ്താൽ ഉത്തരമുണ്ട്. ഖാല റസൂലുള്ളാഹി. ഇപ്പൊ ദ്വാരക്കാണെങ്കിലേ ഇന്നിപ്പോ ഈ മധുഹൻ ദ്വാക്ക് ഇങ്ങനെ കേട്ടിട്ടും കണ്ടിട്ട് ഇത് നമ്മളാളാണ്, അല്ല അങ്ങനെ ആക്കട്ടെ, കണ്ടിട്ട് പറയും. കാണാത്ത ദ്വാരക്കണം. കൺമുമ്പിൽ ഇങ്ങനെ ഉണ്ടല്ലോ, പിന്നെ കൺമുമ്പിൽ നിർത്തിയിട്ട് ഇങ്ങനെ പൊക്കീമല പൊക്കുക. ആരാടി മുത്ത് അത് ഛർദിച്ച കുടിക്കുന്ന തുല്യ. ചില ഘട്ടങ്ങളിൽ അതല്ല വേണ്ടത്. ഒരു കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യുക. കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ, ഞാൻ ഉദാഹരണം പറയട്ടെ, എന്റെ കൂടെ സ്കൂളും മദ്രസയും പഠിച്ച ധാരാളം ആളുകൾ ഇന്ന് ഒരു മുസ്ലിയാരാവാനോ അലിമാകാനൊന്നും കഴിയാത്ത കുറെ കൂട്ടുകാരുണ്ട്. നമ്മളൊക്കെ ഒരു നാട്ടുകാരൻ. പക്ഷെ ഈ ഞാനൊരു മുസ്ലിം അല്ലാക്കിയതാണ്, എൻ്റെ കടമയാണ്. ഞാൻ എൻ്റെ ഒരൊറ്റ കൂട്ടുകാരെ ഞാൻ ഒഴിവാക്കാറില്ല. അതെൻ്റെ ഉമ്മമാരെ സന്തോഷത്തോടെ പറയും. ഗൾഫിൽ പോയ കൂട്ടുകാരാവട്ടെ, ഇവിടെ ഉള്ളവരാവട്ടെ, ചിലപ്പോൾ തീരെ പള്ളിയിൽ പോകാത്ത കൂട്ടുകാർ വരെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ അവർക്ക് ദുആ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ മനസ്സിപ്പോൾ നാട്ടിലുള്ള വാഴായതുകൊണ്ട് തുറന്നു പറയുന്നു. ഞാൻ അവർക്ക് ദുആ ചെയ്യാറുണ്ട്. പടച്ചവനെ അവർക്ക് നല്ലൊരു മനസ്സ് കൊടുക്കണേ അല്ലാ. യാതൊരു വെറുപ്പുമില്ല. ആ കൂട്ടുകാരന് വെറുപ്പ് കാണിക്കാൻ പാടില്ല. കാരണം അല്ലാഹു ഇങ്ങനെയാക്കി. അത് മറിച്ചാണെങ്കിലും അതിൻ്റെ അവസ്ഥ ഓർത്തു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ എല്ലാവരും പരസ്പരം കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതൊന്ന് മനസ്സട്ടെ ആമീൻ പറയണം. ഈ കൂട്ടുകാർക്ക് ദ്വാരക്കാൻ കുറച്ച് കടുപ്പാണത്. കൂട്ടുകാർക്ക് ദ്വാരന കിട്ടുന്ന പ്രതിഫലേ അതും പറയേണ്ട കാലാണ് ഇപ്പോൾ. പക്ഷെ നമ്മൾ വിഷയത്തിൽ പെടൂല, നമ്മളെ വിഷയം പാളിപ്പോവും. ചങ്ങാതിമാർക്ക് വേണ്ടി ദുആ ചെയ്ത് കിട്ടുന്ന റഹ്മത്ത് എത്ര കാര്യങ്ങൾ. അൽഹംദുലില്ലാ. അതൊരു വല്ലാത്ത ആശയാട്ടാ. പരസ്പരം കൂടെ പഠിച്ച ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കുക. സാഹചര്യം ഒക്കുമെങ്കിൽ നമ്മുടെ ഈ 10 ദിവസത്തിൽ, ഈ ഇനിയുള്ള 3 ദിവസത്തിൽ എവിടെങ്കിലൊക്കെ ഒതുക്കി കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്ത ചില രംഗങ്ങൾ ഞാൻ പറയും. മഹാന്മാർ ദുആ ചെയ്തിട്ട് കിട്ടിയ നേട്ടങ്ങൾ, കിട്ടിയ അനുഗ്രഹങ്ങൾ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇപ്പൊ ചോദിച്ചങ്ങൾ കയ്യേറ്റ പൊക്കരുതിട്ടാ. കൂട്ടുകാർക്ക് നമ്മൾ ദ്വാരക്കലുണ്ട, അല്ലെങ്കിൽ കൈ പൊക്കരുതിട്ടാ. മനസ്സാട്ടോട് ഇങ്ങനെ ചോദിക്കണം. കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കാരുണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്കി. നിങ്ങൾ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈമാനുള്ള ഉമ്മമാരെ, ദാഹിച്ചു പിടയുന്നുവെങ്കിലും നിസ്കരിക്കാതെ നടക്കുന്ന മനുഷ്യനാണോ
ആ മനുഷ്യനെ ശ്രദ്ധിക്കണമെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിസ്കരിക്കാതെ നടക്കുന്നത് അത് ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഒന്നാണത്. അപകട മേഖലയാണ് എന്റെ അനുജാ. അവസരങ്ങൾ ധാരാളമുണ്ട്. ബാങ്ക് വിളിച്ചാൽ 4 മിനിറ്റ് മതി. എന്റെ ശബ്ദം കേൾക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരെ, 5 വഖത്ത് ഫർള് നിസ്കാരം അല്ലാഹു നമുക്ക് നല്ല വിശാല സമയം തന്നിട്ടുണ്ട്. 4 മിനിറ്റ് അത് മുടക്കിയിട്ട് നിസ്കരിച്ച് എന്തും ചെയ്തുകൂടെ? എന്തൊരു നല്ല റാഹത്താണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിടയുന്ന സമയത്ത് പോലും നിസ്കാരം ഖളാ ആക്കരുത് എന്ന് പറഞ്ഞ് ഈ ബഅദ് പറഞ്ഞ അതൊരു അത്ഭുതത്തോടെ കാണേണ്ടി വരും. ആർത്തവകാരികളാണെങ്കിൽ എന്നിപ്പോ എന്തായാലേ ഇനി നാളെ കുളിക്കണം, എന്നിട്ട് മറ്റന്നാ തുടങ്ങണോ, നാളെ കുളിച്ചിട്ട് മറ്റന്നാ ഇറ്റേക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാ പതിവ്. ഇന്ന് കുളിച്ചാ പിന്നെ ഏതായാലേ ഞാൻ നിസ്കാരപ്പായ 8 ദിവസം മുമ്പ് മടക്കിയച്ചുണ്ടല്ല, ആ മടക്കിയച്ചൊക്കെ നിന്ന് തുറക്കണ്ടേ, എന്തൊരടങ്ങാറാപ്പത്. അപ്പൊ ഇനി വൈകുന്നേരം തുടങ്ങാം, രാവിലെ കുളിച്ച് വൃത്തിയാലും മഗ്‌രിബിന് ഏതായാലും ആയില്ലേ. മഗ്‌രിബിന് കല്യാണം വന്നു കഴിഞ്ഞ ഒരു വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ നിസ്കാരം ജമ്മാക്കുന്ന എത്ര കൂട്ടരുണ്ട് അറിയങ്ങള്? ളുഹുർ അസറിലേക്ക് ജമ്മാക്കും. സൽക്കാരം ഉണ്ടായോക്കട്ടെ, ഉമ്മാ എന്റെ പെങ്ങളെ, നമ്മുടെ വീട്ടിൽ സൽക്കാരമാവട്ടെ കല്യാണമാവട്ടെ, ളുഹുറങ്ങാനും അസറിലേക്ക് നീട്ടിവെച്ച് ആ ളുഹുറും അസറും കൂടി അങ്ങ് ജമ്മ് ചെയ്ത് നിസ്കരിച്ചാൽ അതിന്റെ ശിക്ഷ എത്രയാണ് പെങ്ങളെ. അല്ല വിടൂലട്ടാ, അല്ല വിടൂല. പിന്നെ തങ്ങൾ പാപ്പാ ദ്വാരക്കണം, ഉസ്താദേ ദ്വാരക്കണം, ഒരു ദ്വാരന്നിട്ടും കാര്യമില്ല. നിങ്ങൾ ഫർള് നിസ്കാരം നീട്ടിവെച്ചത്. അതുപോലെ തന്നെ ജോലിക്ക് ചപ്പുകാട്ടിലേക്ക് പോയിട്ട് ളുഹുർ നിസ്കരിക്കാതെ വന്ന് അസറിന് ശേഷം വന്ന് ളുഹുർ നിസ്കരിക്കുക. ചില ആളുകളൊക്കെ പറയുന്നത്, ഞാൻ തന്നെ എൻ്റെ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട്, അതേ ഇന്നിപ്പോ ളുഹുറും ഇല്ല അസറും ഇല്ല മഗ്‌രിബും ഇല്ല ഇശ, കുളിച്ചിട്ടൊക്കെ പാടെ ഞാൻ രാത്രി നിസ്കരിക്കുന്നു. നമ്മളിവിടെ തന്നെ 1-2 കൂട്ടുകാരനോട് പറഞ്ഞു, എൻ്റെ നിസ്കാരം അങ്ങനെയാണ്. സുബിയോ അതിഞ്ഞില്ല, അത് പിന്നെ പടച്ചോനക്കറിയില്ല എൻ്റെ വിഷമം ത്യാഗമൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാ, സുബി എന്താ വെച്ചാൽ അത് അള്ളാഹ്ക്കറിയാം എൻ്റെ പ്രയാസം എന്താണ്. അപ്പൊ ളുഹുർ അസർ മഗ്‌രിബ് ഇശ 4 കൂടി ഇശാക്ക് നിസ്കരിക്കുക. 4 കൂടി നിങ്ങൾ കാണിച്ചു. ചിലപ്പോൾ സുബിയൊക്കെ വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചിട്ടുണ്ടാവും, ഖുത്ബോദിന് മുമ്പ് വന്നിട്ട് കാണാൻ കുനൂത്ത് ഓതി ഇങ്ങനെയൊക്കെയാണ്, കുനൂത്തൊക്കെ ഓതിയിട്ട് വല്ലാത്ത മുത്തക്കിയാട്ടാ. എന്നത് ആദ്യം തന്നെ നിസ്കരിച്ചൂടെ? ഇത് ഇവിടെ തന്നെ ഒന്ന് ഓതാൻ നിൽക്കണം. നോക്കി നിങ്ങൾ, ഈമാനുള്ള ദീനിന്റെ പടയാളികളെ, അഥവാ ഉറക്കിലെങ്ങാനും പെട്ടു എന്ന് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല. സംവിധാനങ്ങൾ എമ്പാടുമുണ്ട്. നാമെങ്ങാനും കോഴിക്കോട്ടേക്ക് സുബഹിക്ക് പോകേണ്ടി വന്നാൽ 5 മണിക്ക് പോകണമെന്ന് തോന്നിയാൽ 4:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയാവില്ലേ? പിന്നെ എങ്ങനെ ഇവിടെ ഖളായി പോകുന്നത്? സംവിധാനങ്ങൾ എമ്പാടുമുണ്ട്. അഥവാ ഉറക്കിൽപ്പെട്ടു, എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? ഉടൻ ആ സുബ്ഹി നിസ്കരിക്കണേ. അത് ജുമുഅന്റെ സമയത്തിലേക്ക് നീട്ടിവെക്കുന്നത് അത് ചെയ്യരുത്, പാടില്ല ചെറുപ്പക്കാരാ. എഴുന്നേറ്റ ഉടനെ നിസ്കരിക്കണം. എന്തൊരു കടുപ്പാണിത്. ഞാനത് നീട്ടുന്നില്ല, അങ്ങോട്ട് വല്ലാതെ പോകുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു തആല ഇൽഫത്ത് നൽകട്ടെ. എന്ത് പറഞ്ഞാലേ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക, അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുന്ന കാര്യം അള്ളാഹ് മനസ്സ് തരട്ടെ, അള്ളാഹു മനസ്സ് തരട്ടെ. നമ്മുടെ റബ്ബ് അള്ളാഹു അർഹമുർ റഹീമീനാൻ. എന്താണ് എൻ്റെ അനുജന്മാരെ, എത്രമാത്രം കൃപ ചെയ്യുന്നവനാണ് അല്ലാഹു. അവന്റെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. ആയിഷ ബീവി ആയിഷ, ഉറക്കെ ചൊല്ലും, ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ഉമ്മ റസൂലുള്ള വീട്ടിലേക്ക് ചൊല്ലുമ്പോ കരയുന്നുണ്ട്. ആയിഷ ബീവി, ആയിഷ എന്ത് പറ്റി? ആയിഷ ബീവി എന്ത് പറ്റി? ആ സമയത്ത് അവിടെ നിന്ന് പറയും, എന്തിനാ ആയിഷ കരയുന്നത്? മഹദി പറഞ്ഞു, നബിയേ, എനിക്കും നിങ്ങൾക്കും കടിക്കാൻ വേണ്ടി 2 ഈത്തപ്പഴം എടുത്തു വെച്ചു. ഒരു ഉമ്മ വന്ന്, മോളെ ആയിഷ,
എന്റെ മക്കളാണ് ആ പിടയുന്നത്, ഒരു കാരക്കയുടെ ചീന്ത് നൽകുമോ? നബിയേ, എന്റെ കയ്യിലുള്ള 2 ഈത്തപ്പഴം ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു നബിയേ. ആയിഷ, ആ ഈത്തപ്പഴം നഷ്ടപ്പെട്ടതിനാണോ കരഞ്ഞത്? അല്ല നബിയേ, ഞാൻ അങ്ങ് കരയാനുള്ള കാരണം ആ 2 ഈത്തപ്പഴം അങ്ങ് കൊടുത്തപ്പോ ഒരു പഴം ആ ഉമ്മയെടുത്ത് 2 പൊളിയാക്കി മക്കൾക്ക് കൊടുത്തു. ഓരോ കഷ്ടവും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കൽബ് പൊട്ടിയ ആ മാതാവ് രണ്ടാമത്തെ ഈത്തപ്പഴം എടുത്ത് 2 പൊളിയാക്കി ഒരു കഷ്ടം വായിലേക്ക് അങ്ങ് വെക്കുമ്പോൾ ചെറിയ കുഞ്ഞു ഉമ്മ ഉമ്മ എന്നങ്ങ് വിളിച്ചപ്പോ തങ്ങളെ, ആ ഉമ്മ എന്താ ചെയ്തതറിയോ? ആ വായിൽ വെച്ച ഈത്തപ്പഴം കൈയോണ്ട് എടുത്തിട്ട് അത് വീണ്ടും മക്കൾക്കും കൊടുത്തു. ഈ ഉമ്മ തൊട്ടതേ അല്ല. ഇതാണ് നമ്മളൊക്കെ ഉമ്മമാരെ ഹാൽ, അങ്ങനെയാണ്, തൊട്ടതേ അല്ല. അപ്പൊ മക്കളോട് ഈ ഉമ്മ കാണിക്കുന്ന കൃപ കണ്ടപ്പോ ഞാനങ്ങ് കരഞ്ഞതാണ്. എന്റെ ആയിഷ, ഒരു ഉമ്മ മക്കളോട് കാണിക്കുന്ന കൃപ കണ്ടിട്ട് ആയിഷ നിങ്ങൾ കരയുന്നുവെങ്കിൽ യജമാനനായ അല്ലാഹു അവന്റെ അടിമകളോട് കാണിക്കുന്ന കൃപ കണ്ടാൽ എത്ര കരയും ആയിഷ. ഖാല റസൂലുള്ളാഹി, നമുക്ക് വെള്ളം നൽകിയ, കഴിവ് നൽകിയ അർഹമുർ റഹീമീൻ ഓ റബ്ബിനെയാണോ എന്റെ അനുജ മറന്നുകൊണ്ട് നിസ്കരിക്കാതെ നടക്കുന്നത്? മോരെ അരുത്, എങ്ങോട്ട് പോയാലും 5 മിനിറ്റ് അല്ലാഹുവിന് മാറ്റിവെക്കടേ. പടച്ചറപ്പാടി എല്ലാ കഴിവും നൽകുന്നത്, എല്ലാ ബർക്കത്തും നൽകുന്നത് ഒരു കച്ചവടക്കാരനാണോ? പീടിക അടച്ചുകൊണ്ടെങ്കിലും ഫറദ് നിസ്കരിക്കണം, അല്ല എങ്കിൽ ആ പീടിക കൊണ്ട് എന്തൊരു നേട്ടമാണ്. ആരാണ് ബർക്കത്ത് നൽകുന്നത്? അല്ലാഹുവല്ലേ. ഒന്നോർത്തു നോക്കൂ പെങ്ങളെ, കല്യാണത്തിന് ളുഹ്ർ നിസ്കരിക്കാത്ത ഉമ്മമാരെ, സൽക്കാരത്തിന് ളുഹ്ർ നിസ്കരിക്കാത്ത ഉമ്മമാരെ, കഠിനമായ ശിക്ഷയുണ്ട്. ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിന്റെ അവസ്ഥകളിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം. പക്ഷേ ഞാൻ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരും. അത്രയും കനപ്പെട്ട നിസ്കാരം ഏതെങ്കിലും രൂപത്തിൽ ആക്കിക്കൂട്ടേണ്ട ഒന്നല്ല. 3 ചലനമുണ്ടായാൽ നിസ്കാരം ബാത്തിലാകും, അല്ലേ? 3 ചലനം. അപ്പൊ എന്താണ് ഈ നിസ്കാരം? ഒന്ന് കൈ 3 വട്ടം അനക്കി കഴിഞ്ഞാലേ നിസ്കാരം ബാത്തിലാകും. അപ്പൊ ഈ നിസ്കാരം ചില്ലറ കാര്യമല്ലല്ലോ. ആ നിസ്കാരം കാണി ഇരുന്നിട്ടും കുറെ അങ്ങനെ ഇങ്ങനെ 1.5 മണിക്ക് ഔലുങ്കരിയിൽ സംസാരിച്ച ആളെ ഇപ്പുറത്ത് വന്നിട്ട് അപ്പോഴേക്ക് കസാലട്ടിയിരുന്നു. എന്തൊരു ഹാല്! നിൽക്കാൻ 1 മിനിറ്റ് നിൽക്കാൻ കഴിയോ? നിൽക്കലും നിർബന്ധ. തക്ബീറത്തുൽ ഇഹ്റാം ആ നൃത്തത്തിൽ തന്നെ ആയിരിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആരെങ്കിലൊക്കെ അറിയാതെ ചെയ്യുന്നുവെങ്കിൽ സൂക്ഷിക്കുക. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. പറഞ്ഞു കൊടുക്കുമ്പോ നല്ല സന്തോഷത്തോടെ പറയാം, ഡാ പോടാന്ന് കിട്ടും പറയും. എന്നാ അതോടെ കഴിയും ചെയ്യും. അതൊന്നും നല്ല ശൈലിയല്ല. ഇനി എന്തെങ്കിലും ഒരു വിവരത്തിൻ്റെ തൊണ്ട് സുബ്ഹാനല്ലാഹ്, ഒരു പള്ളിയിലെ ഈ ബാലിന് പോകുമ്പോൾ പല അനുഭവം കാണാൻ. ഈ എത്രയേ എല്ലാ സ്ഥലത്തും പോകുന്നതല്ലേ. ഈ ബാലിന് പോകുമ്പോൾ അപ്പൊ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഒരാളെ ഇങ്ങനെ നിസ്കരിക്കണം, നീ എന്താണ് അങ്ങനെ, എൻ്റെ പണിയൊക്കെ പോടാ. അതോടൊക്കെ എത്ര ആ ഇരിക്കുന്ന ആളെക്കാട് പ്രാണ്ടിച്ച് പറയുന്നത്, പോടാ എൻ്റെ പണിയൊക്കെ. അയ്യോ എന്നെ പോടാ.